2022 മെയ് മാസത്തിൽ 8.42 കോടി രൂപയുടെ ഭരണാനുമതി ലഭിക്കുകയും സർവേ നടപടികൾക്കായി തുക അനുവദിച്ചിട്ടും പെരുമ്പടപ്പ് റോഡിന് വീതി കൂട്ടുന്ന ആവശ്യം ഇന്നും നടപ്പിലാകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് എഡ്രാക്ക് പള്ളുരുത്തി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിസംബർ മാസം 17-ാം തീയതി പ്രതിഷേധ ജാഥയും ധർണയും നടത്തുന്നു. പെരുമ്പടപ്പിൽ നടക്കുന്ന ധർണയെ സംബന്ധിച്ച് പള്ളുരുത്തി മേഖലാ പ്രസിഡന്റ് IP രവിയുടെ നേതൃത്വത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിലേക്ക്. പള്ളുരുത്തി കുമ്പളിങ്ങി വഴി മുതൽ പെരുമ്പടപ്പ് വരെയുള്ള റോഡിന്റെ വീതി കൂട്ടുന്ന ഒരു പ്രശ്നമായിട്ടാണ് ഈ പ്രശ്നം മീറ്റിംഗ് നടന്നത്. ഇതിൻ്റെ പ്രശ്നമായിട്ട് തന്നിട്ടുണ്ട്. അതിൽ കാര്യങ്ങൾ ഏതാണ്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇവിടെ അനാവശ്യമായി ഇപ്പോൾ വാഹന ഗതാഗതം കൊണ്ട് വാസ്തവത്തിൽ ആൾക്കാർക്ക് പോലും നടക്കാൻ പറ്റാത്തൊരു പരിസ്ഥിതിയാണ്. ഇതിന് എഡ്രാക്ക് ഏതാണ്ട് 8 കൊല്ലം മുമ്പ് തന്നെ ഈ പ്രക്ഷോഭവും ഈ പരിപാടികളൊക്കെ തുടങ്ങിയതാണ്. പക്ഷേ അതിൻ്റെ ഫലമായി ചില തീരുമാനങ്ങൾ സർക്കാരിൻ്റെ ഭാഗങ്ങളും ഇപ്പോഴും കാര്യമായ പണികളൊന്നും നടന്നിട്ടില്ല. ഒന്ന്, ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. 8.42 കോടി രൂപയ്ക്കുള്ള ഭരണാനുമതി സർക്കാരിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. അത് 2022 മെയ് മാസത്തിൽ ഭരണാനുമതി വന്നതാണ്. അത് കഴിഞ്ഞ് ഇതിന് സർവേ നടത്തുന്നതിന് ആവശ്യമായ പ്ലോട്ടുകളുടെ സർവേ നമ്പർ കൃത്യമായി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് സർവേ ഡിപ്പാർട്ട്മെൻറ്റ് ഇത് പിഴപ്പിലേക്ക് അറിയിച്ചു. അത് ഏതാണ്ട് 4 കൊല്ലം മുമ്പാണ്. ഇപ്പോഴും ആ ഇൻഫർമേഷൻ കൃത്യമായി കൊടുത്തിട്ടില്ല എന്നാണ് അന്വേഷണം അറിയാൻ സാധിച്ചത്. ഈ പരിസ്ഥിതിയിൽ ഈ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. പക്ഷേ സർവേ നടത്താനായിട്ട് അഡീഷണൽ ഫണ്ട് ആവശ്യമാണെന്ന് പറഞ്ഞതുകൊണ്ട് അതിനുള്ള ഫണ്ട് അനുവദിച്ചു വെച്ചിട്ടുണ്ട്. 33.5 ലക്ഷം രൂപ അതിനും അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും പണികളൊന്നും തുടങ്ങിയിട്ടില്ല. ഈ കാര്യങ്ങൾ വ്യക്തമാക്കാനും ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും അധികാരികളുടെ ശ്രദ്ധ ക്ഷണിക്കാനും വേണ്ടിയാണ് ഈ ധർണയും ഈ പ്രശ്ന മീറ്റിങ്ങൊക്കെ നടത്തുന്നത്. ഈ റോഡിനെ സംബന്ധിച്ച് ഈ ഡിസംബർ 17-ാം തീയതി വൈകുന്നേരം നടക്കുന്ന ജനകീയ ജാഥ ഒരു വൻ ധർണ പെരുമ്പടപ്പിൽ വെച്ച് അവസാനിക്കുമ്പം വൻ ജനക്കൂട്ടത്തോട് തന്നെ ആ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യാനാണ് ബഹുമാനപ്പെട്ട MLA ക്ഷണിച്ചു. ഇരുവശങ്ങളിലുള്ള കൊച്ചിൻ കോർപ്പറേഷനിലെ കൗൺസിലർമാരെ ക്ഷണിച്ചത്. അത് പ്രമാണിച്ച് എല്ലാവരും പങ്കെടുത്ത് അവരുടെ അഭിപ്രായം കേട്ടതിന് ശേഷം ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ അടുത്തുള്ള സമരമുറയിലേക്ക് നമ്മൾ പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണം. എഡ്രാക്ക് എന്ന് പറഞ്ഞത് ഇന്ന് എറണാകുളം ജില്ലയെ സംബന്ധിച്ചുള്ള വലിയൊരു കൂട്ടായ്മയുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഏത് ജനപ്രതിനിധി ഇടപെട്ടാലും നമ്മളത് ജനങ്ങളുടെ കൂട്ടായ്മ വെച്ച് അവിടെ പ്രതിഷേധം നടത്തും. ഈ നാളത്തെ 17-ാം തീയതി നടക്കുന്ന ജാഥയിൽ കിട്ടുന്ന ഒരു തീരുമാനം എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അടുത്ത ഭാവി പരിപാടിയിലേക്ക് നമ്മൾ പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. ഈ വരുന്ന 17-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് കുമ്പളങ്ങ വഴിയിൽ നിന്നും ജാഥയോടുകൂടിയാണ് പെരുമ്പടപ്പ് ബസ് സ്റ്റാൻഡ് സമീപമുള്ള ധീവര സഭയുടെ ബിൽഡിങ്ങിന് മുമ്പിലായിട്ട് നമ്മൾ ധർണ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ ധർണയിൽ ഉദ്ഘാടനം K. ബാബു MLA, ഡിവിഷനിലെ അശ്വതി വത്സൻ കൗൺസിലർ, PS വിജു, രഞ്ജിത്ത് മാഷിനെ ക്ഷണിച്ചിരുന്നു. അദ്ദേഹം സ്ഥലത്തില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഇല്ല. ബാക്കി എല്ലാ കൗൺസിലറും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ടും ഫാത്തിമ ഡയറക്ടർ സിജു അച്ഛനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ധർണ നടത്തുകയാണ്. അപ്പോൾ MLAക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടിട്ട് നമുക്ക് തുടർ സമരത്തിലേക്കും തുടർ പരിപാടിയിലേക്കും ഞങ്ങൾ എന്തായാലും മുൻപന്തിയിലുണ്ടാവും. എഡ്രാക്ക് എന്ന സംഘടന പെരുമ്പടപ്പ് റോഡ് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി എല്ലാവിധ പരിപാടിയിലേക്കും ഞങ്ങൾ മുന്നിട്ടുണ്ടാകുമെന്നും ഞങ്ങൾ ഉറപ്പു നൽകിയാണ്. എഡ്രാക്ക് പള്ളുരുത്തി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പല അവസരങ്ങളിലും സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുകയും ആവശ്യങ്ങൾ അധികാരികളുടെ മുൻപിൽ എത്തിക്കുവാനായി ഇടപെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് 2022 ഇത്തരത്തിൽ ഒരു ഭരണ അനുമതി ലഭ്യമായത് എന്നും എന്നാൽ ഇന്നുവരെയും അതിന് തുടർ നടപടികൾ സ്വീകരിക്കുവാൻ അധികാരികൾ തയ്യാറാകാത്തതിൽ ശക്തമായ തുടർ സമരങ്ങളുമായി എഡ്രാക്ക് മേഖലാ കമ്മിറ്റി മുന്നോട്ടു പോകുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മേഖലാ സെക്രട്ടറി KA അഫ്സൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് AA ജോർജ്, മേഖലാ വൈസ് പ്രസിഡന്റ് P. വിജയൻ, ജോയിന്റ് സെക്രട്ടറിമാരായ TP സുമൻ, മിനി ലോറൻസ്, വനിതാ പ്രസിഡന്റ് ചന്ദ്രകുമാരി, സെക്രട്ടറി മേരി അഗസ്റ്റിൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കൊച്ചിയിൽ നിന്നും മറ്റൊരു വാർത്തയുമായി കാണാം. റിഡ്ജൻ റബലോ, ലൈഫ് കൊച്ചി ന്യൂസ്, കൊച്ചി.